ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. നമ്മൾ ഇവിടുന്ന് പുറപ്പെടാൻ പോകും. ആളുകളൊന്നും അധികമില്ല, വണ്ടികളൊക്കെ വന്ന് തുടങ്ങുന്നേ. ചെറിയ മഴ കാണുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും മലകളാണ്. ഇന്നലെ രാത്രിയാണ് ഇവിടെ കണ്ടത്. വണ്ടികളൊക്കെ ഇവിടെ ട്രക്കുകളൊക്കെ ഒരുപാട് പോകും. ആളുകളൊക്കെ വളരെ കുറവാണ്. ഹായ്, നമ്മുടെ ടീംസ് അവിടെ നിന്നിട്ട് ഞാൻ നോക്കുകയാണ്. ഞാൻ ബാഗ് എടുക്കാൻ വേണ്ടി വണ്ടിയിൽ വന്നതായിരുന്നു. കട്ട മതിയില്ലേ? ഫുൾ കവറേജ് ആണ്. ഫാമിലി എവിടെ പോവാണ്? നമ്മളിനി മൗണ്ടനിൽ കയറാൻ പോവാണ്. ചേച്ചി കിടന്നൊരു ചായ ഒക്കെ കുടിച്ച് ഫ്രഷായിട്ട് നമ്മൾ മൗണ്ടനിൽ പോകും അല്ലേ? കടി എന്തെങ്കിലും വേണം? ചേച്ചിൻ്റെ പെണ്ണ് വേണോ? നിനക്കെന്താ വേണ്ട പറ. ഇത് പിള്ളേർക്കുള്ളതാണ്, ഇത് എനിക്കുള്ളതല്ലേ? അല്ല കുഴപ്പമില്ല, ഇവർ കുറച്ച് ലൈറ്റ് ആക്കിയോ? കളർഫുൾ ചായ. കളർഫുൾ കൊണ്ട് അങ്ങനത്തെ കളർഫുൾ അത് വേണ്ട. ഇത് സുലൈമാനിയാണ്. അങ്ങോട്ടൊക്കെ മൗണ്ടൻസ് നോക്കിയേ. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ട്? 8 കിലോമീറ്റർ ആവും. നമ്മൾ എങ്ങനെയാലും അവിടെ എത്തുമ്പോൾ ഒരു 10:30 ആവും. അവിടുത്തെ സ്ഥലങ്ങളുടെ ഒരു വിവരണം എവിടെ നിന്നും കിട്ടും നമുക്ക്. ഒരുപാട് സ്ഥലങ്ങളൊന്നും ഓർമ്മയില്ല. എന്താണ് മഴ പെയ്യുന്നുണ്ടോ? എങ്ങനെ ബസ്സിന് വരിക? ചേട്ടന് വില വെച്ച് 3 പിള്ളേരാണ്. നമ്മളെവിടേക്കാണ് പോകുന്നത് റിസു? മൂന്നാറല്ല, മൂന്നാറിൽ നമ്മൾ ഇരവികുളം. അതാണ് സത്യാവസ്ഥ. യാത്ര നമുക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. എന്തുകൊണ്ടാണെന്ന് റിസു? അതായത് ഇപ്പൊ നല്ല കൂൾ ക്ലൈമറ്റ് ആണ്. പുറത്തുനിന്ന് നോക്കിയേ ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് ആസ്വദിക്കാം. അവിടുന്ന് കണ്ടിരുന്ന മലയിലേക്കൊക്കെ ഇവിടെ കോളേജിൽ നിന്ന് ടൂർ വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് കോളേജിൽ നിന്ന് ടൂർ വന്നപ്പോഴാണ്. പിന്നെ ഞാൻ ഒരു ദിവസം റൈക്ക് എന്തോ കോളേജ് വേറെ ഏതോ കോളേജ് ട്രിപ്പുള്ള ടൈമിൽ അവൻ പറഞ്ഞു നിങ്ങൾ പോരുണ്ടെങ്കിൽ പോരെ ആ ബൊലേറോ കൊണ്ട് ഞങ്ങളെ പുറകിൽ പിടിച്ചാൽ മതി പറഞ്ഞു. ഞാനും പിന്നെ ഭാട്ടിയൊക്കെ സിനിമയിലും റൈ പറഞ്ഞു എന്നോട് ഐസി മുണ്ടല്ലേ അങ്ങനെ റൈ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ കൂടെ പിടിച്ചോ, ബസ്സിന്റെ പുറകെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി യാത്ര പുറപ്പെടുന്നപ്പോഴാണെന്ന് അറിയോ? രാത്രി 8:30 മണി 9 മണിക്ക്. ഞങ്ങൾ രാത്രി 8:30 മണിക്ക് അവിടുന്ന് പുറപ്പെട്ടത്. അവിടുന്ന് കോട്ടക്കന്ന് നൈറ്റ് മുഴുവൻ ഡ്രൈവ് ചെയ്തു. ഇവിടെ എത്തിയത് ഞങ്ങൾ ഏകദേശം മൂന്നാറിൽ അടിമാലിയിൽ ഞങ്ങൾ എത്തിയത് 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും രാവിലെ. അങ്ങനെ ഇവിടെ ഇത് തന്നെ പോയിട്ട് ഇവിടെ റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. പിന്നെ അപ്പോൾ അവൻ്റെ സ്റ്റുഡൻസും ടീമും
എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ അവനെ വിളിച്ച് പറഞ്ഞു, ബ്രേക്ക് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വിട്ടോ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കറങ്ങി കുറേ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് അവരോടൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ പോയി കറങ്ങി. ഞങ്ങൾ കുഞ്ഞുകുട്ടിക്കും പറ്റിയിട്ടുണ്ടായില്ല. അവൻ്റെ കാലിന് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമായിട്ട് പാവം അവൻ വണ്ടിയിൽ ലോക്ക് ചെയ്തത്, അവൻ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ കുറേ കറങ്ങി തിരിച്ചു. പക്ഷെ ഞാൻ സഫർ ചെയ്യേണ്ടത് പൊടിക്കുമ്പോൾ ഫൗണ്ടൈനൊക്കെ ഉണ്ട് തിരിച്ചു. ഫൗണ്ടൈൻ ഈ വണ്ടിയുടെ ഉള്ളിൽ എടുക്കടാ. എടുക്കണം. ഓക്കെ ഇനി മങ്കീസിനെ കാണാൻ കഴിയും. മങ്കീസ് പ്ലേ ചെയ്യാൻ പറ്റുമോ? പോണേ ഞാൻ മുന്നിലെടുക്കാം ഈ സാധനം ഇതെന്ത് ഭാഷ? സിനിമ കഥ പഠിച്ചു വെച്ചില്ലേ? നീ വീണോ? നിനക്ക് മങ്കീനെ കാണിച്ചിട്ടാണ്. മങ്കി കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടാ. നിന്നെ പോലെ ചെറിയ മങ്കീനെ കാണിച്ചു. നമുക്ക് എവിടൊക്കെ വെയിലായി. അല്ലെ പക്ഷേ സ്റ്റോറി പറയേ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? ആരിക്കാ? അങ്ങനെ ഞങ്ങള് ഏതോ ഒരു ഏരിയയിൽ എത്തിപ്പെട്ടു. അവിടെ മിസ്സിംഗ് ആയാ? അല്ല, എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി ലോൺ ചെയ്യാ. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയതായിരുന്നു. പോയപ്പോഴേ അവിടെ ഒരു ജാറും പരിപാടിയൊക്കെ ഉണ്ടാവും. അതായത് ഒരു മുസ്ലിം സെയിന്റിന്റെ ഒരു ഏരിയ അവിടെ ഇതൊക്കെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും. അന്ന് ഞങ്ങൾ ചെന്ന ദിവസം അതിന്റെ പ്രാർത്ഥന അതിന് സംഘടിപ്പിക്കുന്ന ദിവസമാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറെ ആളുകളുണ്ട് അവിടെ. പക്ഷെ അവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ? അവിടെ മുസ്ലിമായിട്ടുള്ള ഒരാളാണ് അവിടെ സെയിന്റ് ആയിട്ടെങ്കിലും കൂടിയിട്ട് ആ പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാ റിലീജിയൻസും ഉണ്ട്. ക്രിസ്ത്യൻസ്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഭയങ്കര കമ്മ്യൂണൽ ഹാർമണിയാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? നല്ല കപ്പയും ബീഫുമാണ് ഞങ്ങളവിടെ രാവിലെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങള് രാവിലെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളിങ്ങനെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര കുറേ സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു അവർ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. നല്ല അടിപൊളി കപ്പയും ബീഫൊക്കെ ഇങ്ങനെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു റോക്കി ആയിട്ടുള്ള ഒരു ചെറിയൊരു ഹില്ലുണ്ട് അവിടെ. അത് ഭയങ്കര ഡേഞ്ചറാണ്. താഴെ പോയി കഴിഞ്ഞാൽ എത്രയോ ഡീപ്പ് താഴേക്ക് പോകും, വണ്ടിയായാലും ആളായാലും. എന്നിട്ട് ഒരു ബൊലേറോ മാറ്റി ട്രക്കിൽ കുറേ ആളുകൾ സാധനം മുകളിൽ കയറ്റി വിടും. അവിടെ ഇപ്പോൾ ചെറിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ആ റോക്കിന്റെ മുകളിൽ. അവരെങ്ങനെ വണ്ടി കയറി പോകുന്നത് അറിയോ? ഇതേമാതിരി ഫ്രണ്ടിലേക്കല്ല പോകുന്നത്. ഈ ഒരാൾ എക്സ്പേർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഈ പുള്ളി വണ്ടി റിവേഴ്സ് ഇട്ടു. റിവേഴ്സിലേക്ക് മേലേക്ക് കയറി പോയടാ വണ്ടി. അതിന് സാധനം ലോഡൊക്കെ വെച്ചിട്ട് ആളുകളൊക്കെ കയറ്റിട്ടാണ് ഈ വണ്ടി റിവേഴ്സ്. പിക്കപ്പാണ് ബൊലേറോടെ. മുകളിലേക്ക് കയറിപ്പോയി. അതാണ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അയാൾക്ക് പേടില്ല. അതാ ഒരു ഇഞ്ച് ഗിയർ മാറിപ്പോവുകയോ അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് ലോസായി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ, വണ്ടി ഓഫ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡിം, ഒരു പൊടി പോലും കിട്ടില്ല ആളെ. അതാണ് എക്സ്പേർട്ട്. അന്ന് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്ന. അങ്ങനെ വീഡിയോ എടുക്കുന്ന കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മില്യൺ വ്യൂസ് കയറി പോയാണ്. ഞങ്ങൾ കണ്ടു. ഭയങ്കര സർപ്രൈസ് ആയി പോയി, ഷോക്കായി പോയി. ഇവിടെ വേറെ സംഗതി ഉണ്ട്. അത് ഞാൻ സൈറ്റിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മേടിച്ചുതരാം. എന്താണെന്നറിയോ? നമ്മളിങ്ങനെ മൗണ്ടൻ സൈഡിൽ കൂടി പോകുമ്പോൾ അവിടെ ഉണ്ടാവും ചില ചേച്ചിമാരൊക്കെ ഉണ്ടാവും. നമ്മുടെ കോണ് ഇതേമാതിരി ഇത് ചെയ്തിട്ട് ബാർബിക്യൂ ചെയ്തിട്ട് നമുക്ക് അത് വിൽക്കുന്നുണ്ടാവും.
അതിൽ നല്ല ലെമണൊക്കെ തേച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല അവിടെ അത് അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ക്യാരറ്റ്. നമ്മുടെ ആനവണ്ടി പോണോക്കിയേ, ആനവണ്ടി നമ്മളെ ബ്ലോക്ക് ആക്കിയതാണ്. ഇപ്പോൾ ആനവണ്ടി വലിയ പോണത്. ആനവണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഈ വണ്ടിനെ പറഞ്ഞ പേര് ആനവണ്ടി. നമുക്കൊരു ആനവണ്ടിയിൽ എവിടെയെങ്കിലും പോയാലോ ഇതേപോലത്തെ സ്ഥലത്തേക്ക്? നമുക്ക് ചുമ്മാ എവിടെയെങ്കിലും പോവാം. നല്ല സേഫാണ്, ടെൻഷനൊന്നുമില്ല. നല്ല ആനവണ്ടി കയറിക്കണം. അവിടെ ഈ ആനവണ്ടി കയറിക്കണം. എവിടെ എവിടെ പോകുമ്പോ ഈ കോളേജ് പോകുമ്പോ ആനവണ്ടി പോയിരുന്നു. KSRTC അവര് സീറ്റ് തരുമ്പോ ഞാന് ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് വരുമ്പോഴൊക്കെ ചില ടൈമിൽ ഞാൻ ബാംഗ്ലൂർ വഴി വരും. ട്രെയിനിൽ ബാംഗ്ലൂർ വന്നിട്ട് അവിടുന്ന് പിന്നെ വെറുതെ രസം യാത്ര ചെയ്യാൻ. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ മലപ്പുറത്തേക്ക് ആനവണ്ടി കയറലാണ്. അല്ലെങ്കിൽ കോഴിക്കോട്ട് കയറും, അല്ലെങ്കിൽ മലപ്പുറത്ത് കയറും. ആ ട്രിപ്പ് ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, നമ്മുടെ മൈസൂർ വഴി വയനാട് വഴി നല്ല കാടിൻ്റെ ഉള്ള കൂടിയുള്ള ട്രിപ്പാണ്. അത് നമുക്ക് ആ ഷട്ടറൊക്കെ പൊന്തിച്ച് ചെയ്ത് നല്ല അടിപൊളി ട്രിപ്പാണ് ആനവണ്ടി. അന്നൊക്കെ എത്രയാണ് 210 രൂപയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. 210 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ കോഴിക്കോട് KSRTCക്ക്. 2010 കാര്യം പറഞ്ഞത്. പുറത്ത് നോക്ക്. കുഴപ്പമില്ല, നമുക്ക് ഇത് ദൂരത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതൊന്നും കാണില്ല, മുന്നോട്ടുള്ള കാഴ്ചയില്ലാന്ന്. പക്ഷെ നമുക്ക് അതിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ സീസൺ അല്ലാത്തതുകൊണ്ട് വണ്ടികൾ നോക്കിയാൽ വണ്ടികൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ വാട്ടർഫോൾസുകൾ ഇതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അടി കൂടി ഒഴുകിയിട്ടാണ് ഈ മണ്ണ് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ താഴോട്ട് പോരുന്നത്. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഇല്ലേ, അത് അവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് അവരെ പോയിട്ട് ഇത് താഴെ പോയി. നമ്മളൊക്കെ ആൾക്കാർ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ വണ്ടി കുറച്ച് നേരം ഹാൾട്ട് ചെയ്യണം. ഇവിടെ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യണം. അടിപൊളി അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ താഴേക്കൊന്നും കാണുന്നില്ല. ഓ മൈ ഗോഡ്, താഴേക്കൊന്നും ഒരു കാഴ്ചയില്ല. വാ, കുഴപ്പമില്ലെന്ന് ഇങ്ങോട്ട് വാ. ഇതിൻ്റെ കൈ പിടി. അങ്ങോട്ട് നോക്കിയാ, താഴേക്ക് നോക്കിയാ ഫോഗാണ്, ഫുള്ളി ഫോഗാണ് അവിടെ. സൈറൻ ഹെഡ് പോയതാണ്. ഒന്ന് ഒച്ചട്ട് നോക്ക, കൂക്കി വിടും. അങ്ങനെ ഒച്ചട് ഇല്ല, വരുന്നില്ല. വള്ളി പോവാ, ഒന്നും കാണുന്നില്ല. കാഴ്ച വളരെ പക്കാ ജംഗിളാണ്. കാണണമെന്ന് കണ്ടോക്ക്. വാ അയച്ചു വാ, പിടിച്ചോളാം. നോക്കിയാ അങ്ങോട്ട് പോലെ ഇരിച്ചു വേണ്ട, ഇരിച്ചു അങ്ങോട്ട് പോലെ, ഇരിച്ചു അങ്ങോട്ട് പോലെ, ഇരിച്ചു ബാക്കിലേക്ക് പോലെ. നോക്കി അവിടെ നോക്കിയാ കാഴ്ച നോക്കിയാ. അടിപൊളിയല്ലേ റിസു? ഐസി റിസു അറിയ ഇവിടെ മുഴുവൻ ഡാർക്ക് സീനാണ്.
ഇവിടെ ഒച്ചട്ടാൽ എന്താ പോ ഒച്ചട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഒച്ച വേറെ വരും. അങ്ങനൊക്കെ ഒച്ചട്ട് അവനൊച്ചട്ട് സെൽഫി എടുക്ക്. നമുക്കൊരു സ്ഥലം നോക്കിയേ. നേരോ ട്രാക്കാണ്. നമുക്ക് അതൊക്കെ പോയാൽ മതി. ഇവിടെ കാന ഇറങ്ങിക്കണ്ടോ? വെള്ളച്ചാട്ടം Oh my God. ഈ എത്ര മെന്റൽ സ്ട്രെസ് ഉള്ള ആളുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ മൈൻഡ് റിലാക്സ് ആവും. Yeah, this is correct. നമ്മളിനി എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന യാത്ര അവന്ന് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ മൈൻഡ് കൂളാവും. ഈ ബസ്സുകൾ മുന്നിൽ പെടുമ്പോഴാണ് പ്രശ്നം അവിടെ അല്ലേ? നമ്മുടെ മൂവ്മെന്റ് തേയിലത്തോട്ടെത്തിക്കണ്. ഇത് നാറോഡല്ലേ? നോക്കാം ലിസു. ഇങ്ങോട്ടൊക്കെ ടീ പ്ലാന്റേഷൻസ് എത്തിയപ്പോൾ So sad. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. Oh, that's ലൊക്കേഷൻ അത്ര കാണിക്കണ്ട. റിസു അങ്ങോട്ടൊക്കെ റിസു. Oh, look at that round. 5 minutes. എത്ര minutes ഉണ്ട് അടുത്താനേ? 20 minutes. മോനെ മോനെ, ഒന്ന് പോയി പറഞ്ഞാ മോനെ. ഇതൊക്കെ ബ്രിട്ടീഷുകാർ വന്നിട്ട് സെറ്റപ്പ് ആക്കിയാണ്. ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ വന്നിട്ട് കിട്ടുന്നുണ്ടോ? താഴെക്കാട് തേയിലത്തോട്ടങ്ങളാണ്. വെളിയിൽ വരെ മങ്കി ഐസ് മങ്കി എതാ മങ്കി ക്രേസി ആട്ടോ. ബൈറ്റ് ചെയ്യും വന്ന് അതിന് അത് ചിലപ്പോൾ ഇനി ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അതിനിടെ ഒന്ന് സ്ക്രാച്ച് ചെയ്യും. അത് ഓരോ മങ്കിയാണ് അപ്പൊ അവിടെ നോക്കിയാണ് ഭയങ്കര വെള്ളച്ചാട്ടം എടുത്താ. നിങ്ങൾ കയറണ്ട. നോക്കി അവിടെ ഭയങ്കര വെള്ളച്ചാട്ടം. അവിടുന്ന് തന്നെ വരുന്ന കേട്ടാ. റിസു 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 അത് അടിച്ചു മാറ്റിക്കണ പഴട്ടോ. ഫോട്ടോ എടുക്കാം. റിസു
എന്നാ ഇവിടെ ഇവിടെ ആടാ. ഇവിടെ ഇല്ല, എനിക്കൊന്ന് feel ഉണ്ട്. അത് മുടി നന്നായി. ആ ടച്ച് ചെയ്താണ് അത് കുഴപ്പമില്ല. ഓർന്നിട്ടില്ല വന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ മഞ്ഞ colour ഇഷ്ടല്ല എനിക്ക്. അതിന് ഇഷ്ടമല്ല മുണ്ടാക്കുക. ഐസിക്ക് മങ്കിന് ഇഷ്ടമല്ല. എന്തോടാ എനിക്ക് ഇഷ്ടം. അത് വന്ന് വലിച്ചങ്ങള് ആ അത് കുഴപ്പമില്ലെന്ന്. ആ ബണ്ണ് അവിടെ കണ്ടു അത് നോട്ടിട്ടിരിക്കുന്നു. ഞാൻ ഗ്ലാസ് അവിടെ ഗ്ലാസ് ക്ലോസ് ചെയ്യുന്ന പ്രശ്നമില്ല. ഡോർ ക്ലോസ് ചെയ്തിരിക്കണ ഞാന്. ഇപ്പൊ തന്നെ നമുക്ക് മങ്കിനെ ഈ ഞാനും ചെയ്യുന്ന ഒറ്റ ആക്കിയാണ്. നോക്കിയ കാഴ്ചകൾ അടിപൊളി കാഴ്ചകള്. നമ്മള് മൂന്നാറിന്റെ ടൗണിൽ എത്തിയിട്ട് ഏകദേശം ഇല്ല മങ്കി കൊണ്ടുപോല. നമ്മുടെ അതിന്റെ ഇടക്ക് മങ്കി വണ്ടിന്റെ അകത്ത് കേറി നിങ്ങൾക്ക് ഇവർക്ക് മേടിച്ചു കൊടുത്ത ബണ്ണ് അടിച്ചോണ്ട് പോയി അല്ലേ മങ്കി. മങ്കി ബാഡ് ബോയ് അല്ലേ ഐസിയെ. മങ്കി അടുത്ത മങ്കി കേറാനുള്ള പരിപാടി ആയിരുന്നോ പിന്നെ. അപ്പൊ നമ്മള് ഗ്ലാസ് പൊക്കില്ലേ. അപ്പൊ പിന്നെ മങ്കിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. മങ്കി അത് അവര് ബണ്ണ് അവര് കൊണ്ടുപോയില്ല ബണ്ണ്. അതിനു വേണ്ടി ഫൈറ്റ് ചെയ്താണ് അവര്. എന്താ അറിയോ അങ്കിള് അവിടെ റംബൂട്ടാന് ഫ്രൂട്ട് വെക്കുന്നില്ലേ. അത് ഇടക്കിടക്ക് അങ്കിള് ശ്രദ്ധിക്കാതെ അടിച്ചോണ്ട് പോകുന്നുണ്ട് അവര്. അത് അങ്കിൾ അതാണ് അവിടെ ചാട്ടുന്നവരെ. പക്ഷെ ആ പുള്ളി പറഞ്ഞത് സത്യമാണ്. എന്താ അറിയോ നമ്മള് ഇത് ശ്രദ്ധിച്ചില്ലാണ്ടെങ്കിൽ നമ്മുടെ പേഴ്സും പൈസ ഒക്കെ അടിച്ചോണ്ട് പോകും. ഇപ്പച്ചിന്റെ പേഴ്സ് കൊണ്ടുപോയിട്ടില്ല. ഇപ്പച്ചിന്റെ പേഴ്സ് ഇപ്പച്ചിന്റെ ബാഗ് നമ്മുടെ ബാഗോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ബാക്കില് ഒരു പാക്കറ്റ് ബണ്ണ് മാത്രമേ ഉണ്ടായിരുന്നു. പേടിയാണ് പല മൂടിലാണ് എന്താ അയച്ചെന്ന് ചോദിച്ചാൽ കേട്ടില്ല പച്ചി. കാറ് കൊണ്ടുപോലും ഇവിടെ ഇവിടെ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഫസ്റ്റ് കാഴ്ചയാണ്. അവിടുന്ന് അങ്ങനെ മേലെ കയറി പോകാണ്. പിന്നെ നമ്മുടെ ഈ രവികുളത്തൊക്കെ റാഷിദ് അന്ന് വന്നിട്ടില്ലേ. റാഷിദൊക്കെ ഇവിടെയൊക്കെ നമ്മള് പോയതാണ്. നമ്മളധികം തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. ഇവിടുന്ന് മേടിക്കണോ ഇവിടെ കണ്ടേ പോകുന്ന ബൈക്ക് നോക്കാം. അങ്ങനെ ഒരു ടീ പ്ലാന്റത്തെ ട്രാക്ടർ വരണം നോക്കിയേ. നല്ല രസമുണ്ടല്ലേ. നമ്മുടെ ഗ്ലാസ് വണ്ടിയുടെ ഗ്ലാസ് ഇതാ. അത് ഇത് നമുക്ക് ഇനി മങ്കിക്ക് ഫുഡാണ് വേണ്ടത്. പക്ഷെ എന്താ സംഭവം എന്ന് അറിയോ മങ്കി വണ്ടിയിൽ കാണുന്ന ബാഗൊക്കെ എടുത്ത് പോകും. അതിൽ ഫുഡ് ഉണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ അതിൽ ഫുഡൊന്നും ഇല്ലെങ്കിൽ കാശാണെങ്കിൽ എന്താണെങ്കിലും അത് അവിടെ കാട്ടിൽ കളയും. അതാണ് അങ്കിള് പറഞ്ഞത്. പിന്നെ നിങ്ങൾ താഴെ പോയി തപ്പേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത്. ഈ ഏതായാലും ഒരു ലെസൺ നമ്മൾ ലേൺ ചെയ്തു. ഇനി ഗ്ലാസ് വെരി വെരി ബാഡ് ബോയ് അല്ലേ ഐസി. മങ്കി ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ അത് പറയാം. ബാഡാണ്. മങ്കി എന്താ ചെയ്തത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയോ. അപ്പൊ റിസുവിന്റെ ഐസിന്റെ ബണ്ട് കൊണ്ടുപോയോ അല്ലേ. അത് സാറില്ല. മങ്കിക്ക് അത് പ്രശ്നമല്ല. മങ്കിക്ക് നമ്മള് നക്കിയ മങ്കിക്ക് പ്രശ്നമല്ല. മങ്കി നക്കിയത് നമ്മക്ക് പ്രശ്നമുള്ളൂ. മങ്കിക്ക് ഹംഗ്രി ആയിട്ട് കൊണ്ടുപോയതാണ് അല്ലേ. ആടാ നീ നല്ലൊരു ഹ്യൂമൻ ബീങ് ആട്ടോ. ഓക്കെ ഓക്കെ. മങ്കിയല്ല ഐസി കൂടെ ഹ്യൂമൻ ബീങ് ആണ്. ഐസി എന്താ പറഞ്ഞറിയോ
ഐസി പറഞ്ഞ എന്താണെന്നറിയോ, ഫിനിഷ് ആയി പോയി. മങ്കിക്ക് ഹംഗ്രി ആയിട്ടാണ് മങ്കി ബണ്ണ് കൊണ്ടുപോയത്. മങ്കി എങ്ങനെ ഓ ബിഗ് 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 മങ്കി വെരി 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 ബാഡ്. ചെറിയ മങ്കി പറഞ്ഞാൽ വെരി ബാഡാ. ഞാന് മങ്കിക്ക് ആ മേലെ കയറിയട്ടെ. മങ്കിന് വേറെ കയറണ്ട, മങ്കി പോരാ. മങ്കി എന്ന് പറഞ്ഞാല് കാട്ടില് മരത്തുമ്പോ ഹാങ് ചെയ്തൊക്കെ ഉണ്ടാവുന്ന ജീവിയാണ്. നീ മങ്കി അങ്ങ് ത്രോ ചെയ്താല് മങ്കി നേരെ പോയിട്ട് ഈ ട്രീസ് ഉണ്ടല്ലോ, ട്രീ അതിന്റെ ബ്രാഞ്ചിൽ അങ്ങ് ഹോൾഡ് ചെയ്യും. അപ്പൊ മങ്കി സേഫ് ആവും. മങ്കി ജീവിക്കുന്ന ട്രീസിലാണ്. അപ്പൊ നമുക്ക് മങ്കിനെ ത്രോ ചെയ്തിട്ട് കാര്യമില്ല. ആർക്ക്? നിനക്കോ? വൈ അത് കുഴപ്പമില്ലടാ റിസുവാ. ഇനി നമ്മുടെ ഒരു ലെസൺ ലേൺ ചെയ്തു. ഓക്കെ, ഓരോ ജീവിതങ്ങളാണ്. എവിടെ ആന ഇറങ്ങണ സ്ഥലമാടാ? ആനത്താരാണ്, ആനത്താര. ഇല്ലേ? അവിടെയൊക്കെ ആളുകൾ തേയിലത്തോട്ടത്തിലുള്ള ജോലിക്കാരാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മുടെ ഹോബിറ്റ്സിലൊക്കെ ഉള്ള വീടുകൾ പോലെ ഉണ്ട്. ഫാക്ടറികളാണ് ഈ ഏരിയ കൂടെ എത്താൻ വന്നിട്ടുണ്ട്. കോളേജിൽ പഠിക്കാൻ നല്ല ലോങ് ആണല്ലോ. പൈൻ ട്രീസ് ആണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലായിടത്തും വന്നിട്ട് ചിലർ കാശ് എടുത്തോണ്ട് പോവും. ബാഗിലുണ്ട് സാധനം. അതിനെ പോയിട്ടില്ല. ബാഗൊക്കെ ജമ്പ് ചെയ്യാനുള്ള ചാൻസ് കിട്ടില്ല. വന്ന പാടത് ബണ്ണ് കണ്ടു, ബണ്ണ് അടിച്ചോണ്ട് പോയി. അതിലാ ക്ലോസ് ചെയ്യണോ? ബുഫലോണ് കണ്ടു. ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ഒക്കെ ഉണ്ട്. സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് പോലത്തെ മഞ്ഞുണ്ട്. മഞ്ഞുകാലത്ത് ഇതാണ് നീലക്കുറിഞ്ഞി വിരിയല്ലേ. ഞാനാണെങ്കിൽ പേടിച്ചു കൊടുത്തു. കുട്ടി മാത്രമല്ല, അവൻ ആക്ച്വലി വെരി ബ്രേവ്.
ആർ ബ്യൂട്ടിഫുൾ. രണ്ട് സൈഡ് റിസം ഇങ്ങോട്ടൊക്കെ റോഡാണ്. നമ്മുടെ ഒരു പ്രകൃതിയുടെ വിരിമാറിലൊക്കെ കയറി പോകുന്ന ഫീൽ ഉണ്ട് അല്ലേ? താഴത്ത് നോക്കി പ്രകൃതിയെ ആശ്ലേഷിക്കുക എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 200 രൂപ പെർ ഹെഡ് പേ ചെയ്യുന്നത്. കുട്ടികൾക്ക് 100 രൂപ. പക്ഷെ ഇതൊരു അവസരമാണ്, നമുക്ക് ചാൻസ് മിസ്സാക്കാൻ പറ്റാത്ത. ഇവിടൊക്കെ ടീ പ്ലാന്റേഷൻസ് അല്ലേ? ടീ പ്ലാന്റേഷൻ ആണ് ഇടയ്ക്ക്. ഇറക്കി അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോകണം. വാ, ഐസിനെ പിടിച്ചിട്ടോ. ഇനി ഫ്രണ്ടിൽ നടക്കും. ഇതിൽ കൂടെ പോ, അവിടെ ഇതായി, അവിടെ വീഴരുത്. ഇങ്ങനെ പോരെ, ബീച്ചിൻ്റെ കൂടെ പോരെ. വാ, കുഴപ്പമില്ല, വാ. Yeah.